ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നു. അവ മെച്ചപ്പെടുത്തുന്നതിലൂടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. പതിവ് വ്യായാമം ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ധ്യാനം മാനസിക വ്യക്തത മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ കെട്ടിപ്പടുക്കുന്ന ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെട്ട പിൽബലവും വർദ്ധിച്ച സന്തോഷവും വളർത്തുന്നു. വികാരങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ് വൈകാരിക സ്ഥിരത ഉണ്ടാകുന്നത്. തുടർച്ചയായ പുരോഗതിക്കും ആരോഗ്യത്തിനും കൂടുതൽ സംതൃപ്തവുമായ ജീവിതത്തിനുള്ള താക്കോൽ ഇവയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. പ്രാർത്ഥന, ഫോക്കസ്, സ്ഥിരമായ പരിശീലനം, സ്വയം പ്രതിഫലനം, സംതൃപ്തി, ആജീവനാന്ത പഠനം. ഓർക്കുക, ചിന്തകളേക്കാൾ പ്രധാനമായി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുക. ദൈനംദിന പ്രവർത്തനങ്ങളിലെ ചെറിയ മെച്ചപ്പെടുത്തലുകൾ ജീവിതത്തിൽ കാര്യമായ പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. നന്ദി. വിശ്വസിക്കുക എന്നതിനർത്ഥം പൂർണ്ണമായ തെളിവില്ലാതെ പോലും എന്തെങ്കിലും, ഒരാളിൽ അല്ലെങ്കിൽ തന്നിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നാണ്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നമുക്ക് നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം. നമ്മുടെ ശീലങ്ങളിൽ വിശ്വസിക്കാം. നമ്മെയും നമ്മുടെ ലക്ഷ്യത്തെയും മനസ്സിലാക്കുന്നതിൽ നിന്നാണ് വിജയം ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ ഇതിൽ ഉൾപ്പെടുന്നത് ധീരവും ഉറച്ചതുമായ എന്തിൻ്റെയെങ്കിലും സത്യത്തിലോ അസ്തിത്വത്തിലോ ഉള്ള വിശ്വാസം. എംഫേസിസ്, പ്രവർത്തനങ്ങളെ നയിക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുക. ലോയൽറ്റി, പ്രകൃതിയോടും ബോധ്യങ്ങളോടും മൂല്യങ്ങളോടും ഉള്ള വിശ്വസ്തത ഉണ്ടാവുക. ഐഡന്റിഫൈ, അടങ്ങിയിരിക്കുന്ന ഉദ്ദേശ്യങ്ങൾ തിരിച്ചറിയുക. എക്സ്പെക്ട്, അതിലൂടെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുക. വാല്യൂ, പ്രവർത്തനങ്ങളിലെ മൂല്യങ്ങൾ തിരിച്ചറിയുക. എൻജോയ്, ലക്ഷ്യബോധം ആസ്വദിക്കുക. ഓർക്കുക, ആദ്യം ഉണ്ടാവേണ്ടത് നമ്മളിൽ നമുക്ക് ഉള്ള വിശ്വാസമാണ്. ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുകയും തീരുമാനങ്ങൾ നയിക്കുകയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ ഒരു ശക്തിയാണ് വിശ്വാസം. വ്യക്തികൾ, ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾക്കിടയിൽ പൊതുവായ കാര്യങ്ങൾ, അടയാളങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ എന്നിവയിലൂടെ വിവരങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്ന പ്രക്രിയയാണ് ആശയവിനിമയം. ആരോഗ്യകരവും ശക്തവുമായ ബന്ധങ്ങൾക്ക് നല്ല ആശയവിനിമയം തീർച്ചയായും അത്യന്താപേക്ഷിതമാണ്. ഇത് വർദ്ധിപ്പിക്കുന്നതിന് കുറച്ച് ആശയങ്ങൾ. നിങ്ങളുടെ സന്ദേശം വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ അത് ഉച്ചത്തിൽ പറയുക. തുറന്ന മനസ്സ് നിലനിർത്തുകയും മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സന്ദേശം സ്വീകർത്താവിന് പ്രസക്തവും അർത്ഥപൂർണവുമാണെന്ന് ഉറപ്പാക്കുക. നമ്മുടെ സന്ദേശം സ്വീകർത്താവുമായി പ്രതിധ്വനിക്കുന്ന രീതിയിൽ അർത്ഥവത്തമായി അറിയിക്കുക. സ്വീകർത്താവിന്റെ കാഴ്ചപ്പാടും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വീകർത്താവിന്റെ ആവശ്യങ്ങളും ആശങ്കകളും തിരിച്ചറിയുക. കൃത്യവും സമയബന്ധിതവുമായ വിവരങ്ങൾ നൽകുക. എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക. ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് വിമർശനാത്മകമായും പ്രതിഫലനപരമായും ചിന്തിക്കുക. നമ്മുടെ ആശയവിനിമയ കഴിവുകൾ സ്വീകർത്താവിന്റെ താൽപ്പര്യങ്ങൾ അറിഞ്ഞ് തുടർച്ചയായി മെച്ചപ്പെടുത്തുക. നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കുകയും യുക്തിസഹമായ വികാരങ്ങളിൽ ആശയവിനിമയം നടത്തുക. വാക്കേതര സൂചനകളും ഫീഡ്ബാക്കും ശ്രദ്ധിക്കുക. ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും കൂടുതൽ ഫലപ്രദവും അർത്ഥവത്തായതുമായ ഇടപെടലുകൾ വളർത്തിയെടുക്കാനും കഴിയും. നന്ദി. അച്ചടക്കം എന്നത് വ്യക്തികളെ ലക്ഷ്യങ്ങൾ നേടുന്നതിനോ ക്രമം നിലനിർത്തുന്നതിനോ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടം പെരുമാറ്റങ്ങൾ, സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു. വിവിധ കാര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലും ഇത് മനസ്സിലാക്കാം. ആവശ്യകതകൾ, പ്രതീക്ഷകൾ, ലക്ഷ്യങ്ങൾ എന്നിവ വ്യാഖ്യാനിക്കുക. ജോലികളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു മാനസിക ചിത്രം ദൃശ്യവൽക്കരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുക. ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുക. വ്യക്തിപരമായ സംതൃപ്തി കണ്ടെത്തുക. പ്രത്യേക ജോലികളിലും ലക്ഷ്യങ്ങളിലും ശ്രദ്ധയും പരിശ്രമവും കേന്ദ്രീകരിക്കുക. പദ്ധതികളും തന്ത്രങ്ങളും മെച്ചപ്പെടുത്തുക. നേട്ടത്തിലേക്കുള്ള ചുവടുകൾ എടുക്കുക. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആത്മനിയന്ത്രണവും സഹിഷ്ണുതയും പ്രകടിപ്പിക്കുക. സമഗ്രതയോടെ പ്രതിബദ്ധതയും അർപ്പണബോധവും കാണിക്കുക. നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. കഴിവുകൾ, അറിവ്, കഴിവുകൾ എന്നിവ തുടർച്ചയായി പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. തന്നിലും മറ്റുള്ളവരിലും വളർച്ചയ്ക്കും വികാസത്തിനും പിന്തുണ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. മൊത്തത്തിൽ വിജയം കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ ക്രമം നിലനിർത്തുന്നതിനും അച്ചടക്കം അത്യന്താപേക്ഷിതമാണ്. ഇതിന് പലപ്പോഴും നിരന്തരമായ പരിശ്രമവും ശ്രദ്ധയും പ്രതിബദ്ധതയും ആവശ്യമാണ്. നന്ദി. വ്യായാമം ശാരീരികക്ഷമത, താൽപ്പര്യങ്ങൾ, മൊത്തത്തിലുള്ള ആരോഗ്യം, ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ശാരീരികവും മാനസികവുമായ പ്രവർത്തനമാണ്.
ഇതിന് ഹൃദയ സംബന്ധമായ വ്യായാമങ്ങൾ, ശക്തി പരിശീലനം, വഴക്കമുള്ള വ്യായാമങ്ങൾ, മൈൻഡ്ഫുൾനെസ്, വിനോദ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ രൂപങ്ങൾ ഉണ്ട്. വ്യായാമത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളിലൂടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു. വഴക്കം, രക്തചംക്രമണം, ചലനപരിധി എന്നിവ മെച്ചപ്പെടുത്തുന്നു. ചിന്തകളും കഴിവുകളും അവയവങ്ങളുടെ പ്രവർത്തനവും ഉയർത്തുന്നു. ശരീരത്തിലെ കോശങ്ങളെ പുതുക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ ശരീരം, മനസ്സ്, വികാരങ്ങൾ, ഊർജം, സമയം, സാങ്കേതികത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ മറികടക്കുന്നു. മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തി ആരോഗ്യകരമായ കോശങ്ങൾ നിർമ്മിക്കുന്നു. വെല്ലുവിളികളെ അതിജീവിച്ച് വ്യായാമക്രമങ്ങൾ തുടരണമെന്ന് ചിന്തയിലേക്ക് നയിക്കുന്നു. യോഗയിലൂടെ വഴക്കം, ബാലൻസ്, രക്തചംക്രമണം, ശ്രദ്ധ, ആത്മവിശ്വാസം, ഏകാഗ്രത, ബുദ്ധി, ക്ഷമ, സന്തോഷം, സമാധാനം എന്നിവ മെച്ചപ്പെടുത്തൽ കഴിയും. വലിച്ചുനീട്ടൽ വ്യായാമം പരിക്കിന്റെ സാധ്യത കുറയ്ക്കുകയും പേശികളുടെയും ഞരമ്പുകളുടെയും പിരിമുറുക്കം ലഘൂകരിക്കുകയും ചെയ്യുന്നു. നല്ല ഒരു പരിശീലകന്റെ നേതൃത്വത്തിൽ വ്യായാമം തുടങ്ങുക. അദ്ദേഹം നിങ്ങളെ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകും. നന്ദി. ഫോക്കസ് എന്നാൽ അവബോധമോ പ്രകടനമോ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു പ്രത്യേക ജോലിയിൽ, വസ്തുവിൽ അല്ലെങ്കിൽ ചിന്തയിലേക്ക് ശ്രദ്ധയും മാനസിക പരിശ്രമവും കൊണ്ടുവരുന്നതിനെയാണ്. ഒരു ലക്ഷ്യം നേടുന്നതിനോ ഒരു പ്രവർത്തനം ഫലപ്രദമായി പൂർത്തീകരിക്കുന്നതിനോ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അശ്രദ്ധ കുറയ്ക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ സന്ദർഭങ്ങളിൽ ഫോക്കസ് എന്നതിന് വ്യത്യസ്ത രീതിയിൽ കാണപ്പെടുന്നു. ഉദാഹരണത്തിന് സൈക്കോളജിക്കൽ ഫോക്കസ്, ഒപ്റ്റിക്കൽ ഫോക്കസ്, ബിസിനസ് ഫോക്കസ്, സ്റ്റിഡ് ഫോക്കസ്, കരിയർ ഫോക്കസ്. ഫോക്കസ് എന്ന വാക്ക് പ്രവർത്തനക്ഷമമായ ഘട്ടങ്ങളായി എഴുതുന്നു. ഒരു പ്രത്യേക പോയിന്റ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടാസ്ക് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാഹചര്യങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. വിവരങ്ങളും സ്ഥിതിവിവരക്കണക്കുകളും ശേഖരിക്കുക. ധാരണ പരിശോധിച്ച് വ്യക്തമാക്കുക. വിവരങ്ങൾ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അറിവും അനുഭവവും നേടുക. ലക്ഷ്യങ്ങളും ചുമതലകളും പൂർത്തിയാക്കുക. അതിലൂടെ ജീവിതം ആസ്വദിക്കുക. വിദ്യാഭ്യാസം, ജോലി, വ്യക്തിഗത വികസനം എന്നിവയിലെ വിജയത്തിന് ഫോക്കസ് നിലനിർത്തുന്നത് നിർണായകമാണെന്ന് ഓർമ്മിക്കുക. ധ്യാനം പരിശീലിക്കുന്നത് ഫോക്കസ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. നന്ദി. ഗുണാസ് എന്ന വാക്ക് ഇന്ത്യൻ തത്വചിന്തയിലെ 3 അടിസ്ഥാന ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സത്വ, നന്മ, ബാലൻസ്, ഐക്യം, അത്യാവശ്യം, രജസ്, പ്രവർത്തനം, അഭിനിവേശം, ചലനാത്മകത, ഉത്തേജിപ്പിക്കുന്നത്, തമസ്, ജഡത്വം, അന്ധകാരം, അജ്ഞത, ദോഷകരമായത്. ഈ ഗുണങ്ങൾ മനുഷ്യന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും കഴിവുകളെയും സ്വാധീനിക്കുന്നു. അവരുടെ സന്തുലിതാവസ്ഥ വ്യക്തിഗത വളർച്ചയ്ക്കും ക്ഷേമത്തിനും നിർണായകമാണ്. ഗുണാസ് എന്ന വാക്കിനെ അടിസ്ഥാനത്തിൽ ഉള്ള വിവരണങ്ങൾ: G for goodness, U for unity, N for natural, A for awareness, S for serenity. ഗുണാസ് സമതുലിതവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശ തത്വശാസ്ത്രം പ്രദാനം ചെയ്യുന്നു. നന്ദി. ശാരീരികവും മാനസികവും സാമൂഹികവും പാരിസ്ഥിതികവും ആത്മീയവുമായ ക്ഷേമം ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ ആശയമാണ് ആരോഗ്യം. ഇത് രോഗത്തിന്റെ അഭാവം മാത്രമല്ല, ആരോഗ്യത്തിന്റെ സമഗ്രമായ അവസ്ഥയാണ്. ആരോഗ്യത്തിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ്: ശാരീരിക ആരോഗ്യം, ശരീരാവസ്ഥ, ശാരീരികക്ഷമത; പോഷകാഹാരം, മാനസികാരോഗ്യം, വൈകാരിക മാനസിക ക്ഷേമം; സാമൂഹിക ആരോഗ്യം, ബന്ധങ്ങൾ, പിന്തുണ, നെറ്റ്വർക്കുകൾ, കമ്മ്യൂണിറ്റി ഇടപെടൽ; പരിസ്ഥിതി ആരോഗ്യം, ആരോഗ്യത്തിൽ പാരിസ്ഥിതിക ആഘാതം; ആത്മീയ ആരോഗ്യം, ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും തിരിച്ചറിയൽ. ആരോഗ്യം എന്ന വാക്കിനെ ഇങ്ങനെ വിഭജിക്കാം: ശുചിത്വം, സ്വയം പരിചരണവും ശുചിത്വവും ഊർജ്ജസ്വലമാക്കുക; പോഷണം, വ്യായാമം, ശ്വസനം, വിശ്രമം, സന്തോഷം എന്നിവയിലൂടെ ഊർജ്ജം വർദ്ധിപ്പിക്കുക; അവബോധം, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ജീവിത മാനേജ്മെന്റുകൾ, ജീവിതശൈലി, ആരോഗ്യകരമായ ശീലങ്ങളും ദിനചര്യകളും സ്വീകരിക്കുക; സമ്മർദ്ദം നിയന്ത്രിക്കുക; വിശ്വാസം, ആരോഗ്യ സംരക്ഷണത്തിലുള്ള ആത്മവിശ്വാസം, സഹജവാസനയെ വിശ്വസിക്കുക; സന്തോഷം, ദൈനംദിന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക; ബന്ധങ്ങൾ വളർത്തുക; നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുക. ഓർക്കുക, ആരോഗ്യമാണ് സമ്പത്ത്. നല്ല ആരോഗ്യത്തിന് ചലനം ആവശ്യമാണ്. കൂടാതെ മുകളിൽ പറഞ്ഞ വശങ്ങളുടെ സന്തുലിതാവസ്ഥയും സഹവർത്തിത്വവും, പതിവ് സ്വയം പരിചരണം, ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യ സേവനങ്ങളിലുള്ള സഹായം എന്നിവ ആവശ്യമാണ്. നന്ദി. ഇൻസൈറ്റ് എന്നത് വ്യക്തിയുടെ അനുഭവങ്ങൾ, പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആഴമുള്ള അറിവും മനസ്സിലാക്കലും നേടാനുള്ള കഴിവാണ്. ഇത് വിവരം ഉൾക്കൊണ്ട് അത് പ്രായോഗികമായ ഉൾക്കാഴ്ചകളോ സിദ്ധാന്തങ്ങളോ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇൻസൈറ്റിന്റെ ഉപയോഗങ്ങൾ: നിർണയം, ധനാത്മകമായ തീരുമാനങ്ങൾ, പ്രശ്നപരിഹാരം, നൂതന പരിഹാരങ്ങൾ, ക്രിയാത്മകമായ ആസൂത്രണം,
ട്രെൻഡുകളും അവസരങ്ങളും പ്രവചിക്കൽ, വ്യക്തിഗത വളർച്ച, സ്വയം അവബോധവും വളർച്ചയും, മാർക്കറ്റിംഗ്, ഉപഭോക്താക്കളെ മനസ്സിലാക്കൽ, സർഗാത്മകത വർദ്ധിപ്പിക്കൽ, പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും. ഇൻസൈറ്റ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളുടെ വിശദീകരണം. I4 ഇന്റലിജന്റ്, എളുപ്പത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. N4 നിമ്പിൾ, സങ്കീർണ ആശയങ്ങൾക്ക് പൊരുത്തപ്പെടുന്നത്. S4 സെൻസിറ്റീവ്, വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്നത്. I4 ഇൻറ്റ്യൂറ്റീവ്, കാരണമില്ലാതെ അറിയുന്നത്. G4 ജനുവൻഗ്, ആത്മാർത്ഥവും സത്യസന്ധവും. H4 ഹോളിസ്റ്റിക്, വലിയ ആശയങ്ങൾ കാണുന്നത്. T4 തൊട്ടുഫുൾ, ചിന്തിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. മനസ്സിൽ സൂക്ഷിക്കുക, ഉൾക്കാഴ്ച വളർത്താൻ. നിശബ്ദമായ ആത്മപരിശോധന പരിശീലിക്കുക, ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താൽപ്പര്യമുള്ള വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇത് മനസ്സിലാക്കൽ ആഴത്തിലാക്കാനും വിവരം ജ്ഞാനമാക്കി മാറ്റാൻ സഹായിക്കുന്നു. വിവരം സ്വന്തമാക്കുന്നത് മാത്രം പോരാ, അത് പ്രോസസ് ചെയ്ത് വ്യാഖ്യാനിച്ച് ഉൾക്കാഴ്ചയിലൂടെ വ്യക്തിയുടെ യഥാർത്ഥ പദ്ധതി വെളിപ്പെടുത്തുകയാണ് പ്രധാനം. നന്ദി. ജോയിൻ എന്ന വാക്ക് മനുഷ്യ ശരീരത്തിലും സമൂഹത്തിലും ബന്ധവും ഐക്യവും പ്രതിനിധീകരിക്കുന്നു. വളർച്ചയ്ക്കും സുഖത്തിനും ബന്ധങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഇത് ബയോളജിക്കലും സാമൂഹികവുമായ ബന്ധങ്ങൾ തമ്മിലുള്ള സാമ്യം തെളിയിച്ചു കാണിക്കുന്നു. ജോയിൻ എന്ന അക്ഷരങ്ങളിലൂടെ താഴെ വിശദീകരിക്കുന്നു. J4 ജേണി, ബന്ധങ്ങളിലൂടെ സ്വയം കണ്ടെത്തലിന്റെയും വളർച്ചയുടെയും യാത്ര. O4 ഓപ്പൺസ്, ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് തുറന്ന മനസ്സും സത്യസന്ധതയും. I4 ഇഡിമസി, പങ്കിട്ട അനുഭവങ്ങളിലൂടെയും വൈകാരിക ബന്ധത്തിലൂടെയും അടുപ്പവും വിശ്വാസവും. N4 നുറിഷ്മേറ്റ്, പിന്തുണയ്ക്കും കൂട്ടുകെട്ടിനും വഴി വൈകാരികവും മാനസികവുമായ സുഖത്തിനുള്ള പോഷണം. ഈ ബന്ധങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ മൂല്യം വിലമതിക്കാൻ സഹായിക്കുന്നു. അതുപോലെ യോഗ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചേർച്ച, യോജിപ്പ്, ഐക്യം എന്നാണ്. യോഗ ഐക്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. സ്വയവും ചുറ്റുപാടുകളുമായുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിന് ഭൗതിക, മാനസിക, വൈകാരിക സുഖം കൈവരിക്കുന്നതിനും സ്നേഹം, സമാധാനം, കരുണ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ സാധിക്കും. നന്ദി. അറിവ് എന്നത് വിവരങ്ങൾ, വസ്തുതകൾ, കഴിവുകൾ എന്നിവ സ്വന്തമാക്കുക, നിലനിർത്തുക, പ്രയോഗിക്കുക എന്നിവയെ സൂചിപ്പിക്കുന്നു. പരിമിതികൾ തിരിച്ചറിഞ്ഞ് യുക്തി പ്രയോഗിക്കുന്നതിലാണ് യഥാർത്ഥ അറിവ് നിറഞ്ഞുനിൽക്കുന്നത്. ഇന്നത്തെ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിക്കുന്നതിനൊപ്പം വിവേചനബുദ്ധിയും നിർണായകമാണ്. AI അറിവുള്ളതായിരിക്കും, പക്ഷേ മനുഷ്യബോധമാണ് അതിന് ജീവൻ നൽകുന്നത്. നോളേജ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ മനസ്സിലാക്കാം. K4 നോയിങ്, എന്തെങ്കിലും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുക. N4 നേവിഗേറ്റ്, ജീവിതത്തിലെ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും തിരിച്ചറിയുക. O4 ഓപ്പണേഴ്സ്, പുതിയ വിവരങ്ങളും മാറ്റങ്ങളും സ്വായത്തമാക്കാൻ തുറന്ന മനസ്സ് ആവശ്യമാണ്. W4 വിസ്ഡം, യുക്തി ഫലപ്രദമായും ചിന്തയോടെയും പ്രയോഗിക്കുക. L4 ലേണിംഗ്, വളർച്ചയും വികസനവും പഠിച്ചുകൊണ്ടിരിക്കുക. E4 എക്സ്പീരിയൻസ്, പ്രായോഗിക പ്രയോഗത്തിലൂടെ അറിവ് ഉപയോഗിക്കുക. D4 ഡെപ്ത്, സങ്കീർണതകളിലേക്കും പൂർണ്ണതയിലേക്കും ആഴത്തിൽ ഇറങ്ങുക. ഗ്രോത്ത്, വ്യക്തിപരവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക. ഓർക്കുക, നിരന്തരമായ പഠനം നിത്യയൗവനം നിലനിർത്തുകയും ഫലപ്രദമായ നാളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അറിവ്, അവബോധം, വളർച്ച എന്നിവ സ്വീകരിക്കുക. നന്ദി. ലൈഫ് ലൈൻ എന്നത് പ്രതിസന്ധികളെ മറികടക്കാനും വളർച്ചയ്ക്കുമുള്ള പിന്തുണാ സംവിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ജീവിതയാത്ര വെല്ലുവിളികളാർന്നതാണ്, എന്നാൽ ആവശ്യം, താൽപ്പര്യം, പ്രാർത്ഥന, ആവർത്തനം, ധൈര്യം തുടങ്ങിയ തന്ത്രങ്ങളോടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം വളർച്ച, മാറ്റം, ബന്ധങ്ങൾ, അനുഭവങ്ങൾ എന്നിവയുടെ ഒരു അദ്വിതീയ യാത്രയാണ്. ഇത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാക്കുന്നു. ലൈഫ് ലൈൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഇവയെ പ്രതിനിധീകരിക്കുന്നു. L4 ലേണിംഗ്, നിരന്തരമായ വളർച്ച. I4 ഇൻട്രോസ്പെക്ഷൻ, സ്വയം അവബോധം. F4 ഫ്ലെക്സിബിലിറ്റി, മാറ്റങ്ങളോട് പൊരുത്തപ്പെടൽ. E4 എംപവർമെന്റ്, സ്വയം ശാക്തീകരണം. L4 ലവ്, പിന്തുണാ ബന്ധങ്ങൾ. I4 ഇന്നോവേഷൻ, സൃഷ്ടിപരമായ പ്രശ്നപരിഹാരം. N4 നെറ്റ്വർക്കിംഗ്, ബന്ധങ്ങൾ സ്ഥാപിക്കൽ. E4 എൻഡുറൻസ്, പരാജയങ്ങൾ അതിജീവിക്കുന്നതിലുള്ള സ്ഥിരത. ഈ വശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രതിസന്ധികൾ അതിജീവിക്കാം, വ്യക്തിപരമായി വളരാം, ആഴത്തിൽ വേരോട്ടുന്ന ഒരു മരം പോലെ ശക്തരായി ഉയരാം. പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും അക്ഷീണം മനസ്സ് വളർത്തുകയും ചെയ്ത് ശക്തരും ദൃഢതയുള്ളവരുമായിരിക്കുക. നന്ദി. മാനേജ്മെന്റ് എന്ന വാക്ക് 5 അടിസ്ഥാനങ്ങളിലൂടെയുള്ള നമ്മുടെ സ്വയം മാനേജ്മെന്റിന്റെ പ്രധാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശരീരം, മനസ്സ്, വൈകാരികം, ഊർജം, സമയ മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റുകളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ്. ഓരോ അക്ഷരവും ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു.
M4 മൈൻഡ്ഫുൾനെസ്, മനസാന്നിധ്യവും അവബോധവും. F4 അവയർനെസ്, അവബോധം, സ്വയം മനസ്സിലാക്കൽ. N4 നുറിഷ്മേറ്റ്, പോഷണം, ആരോഗ്യമുള്ള ശരീരം. F4 എഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടുത്തൽ, പ്രതിരോധം. G4 ഗോൾസ്, ലക്ഷ്യങ്ങൾ, ഫോക്കസ്. E4 എനർജി, ഊർജം, സന്തുലനവും ഉന്മേഷവും. M മോട്ടിവേഷൻ, പ്രചോദനം, ഡ്രൈവ്, ഉദ്ദേശ്യം. E4 എൻഗേജ്മെന്റ്, ഏർപ്പെടൽ, സന്തോഷവും നിറവേറ്റലും. N4 നാച്ചുറൽ, സ്വഭാവം, ക്ഷേമവും സമ്മർദ്ദം ലഘൂകരിക്കൽ. T4 ടൈം, സമയവിനിയോഗം, ഉൽപാദനക്ഷമതയും ക്രമീകരണവും. ഓർക്കുക, ഈ തത്വങ്ങൾ സ്വീകരിക്കുന്നത് ഫലപ്രദമായ സ്വയം മാനേജ്മെന്റ് വഴി സന്തുലിതവും നിറവേറ്റുന്നതുമായ ജീവിതം കൈവരിക്കുന്നതിനുള്ള ഒരു സമഗ്രമായ സമീപനത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, ഊർജം, സമയം എന്നിവ പരമാവധി ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കാനും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും സമയബന്ധിതമായി നിറവേറ്റാനും നമുക്ക് കഴിയട്ടെ. പ്രകൃതി എന്നത് മാറ്റമില്ലാത്ത ഭൗതിക ലോകത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഭൂപ്രകൃതികൾ, ആവാസവ്യവസ്ഥകൾ, ജീവജാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അത് അത്ഭുതം പ്രചോദിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതി എന്നതിനെ അതിൻ്റെ അക്ഷരങ്ങളായി തരംതിരിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. N4 നെക്സസ്, അന്തർബന്ധം. A4 അഡാപ്റ്റേഷൻ, അതിജീവനം. T4 ടെമ്പറൽ, സമയത്തിന്റെ പ്രാധാന്യം. U4 യൂണിറ്റി, ആവാസവ്യവസ്ഥയുടെ ഐക്യം. R4 റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങൾ. F4 അബണ്ടൻസ്, ജീവനും വിഭവങ്ങളും. L4 ലെസൺസ്, മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ. ഈ ഫ്രെയിംവർക്ക് പ്രകൃതിയെ ഒരു ഊർജ്ജസ്വലതമായ അന്തർബന്ധമുള്ള സംവിധാനമായി ചിത്രീകരിക്കുന്നു. അത് പാഠങ്ങൾക്കും വിഭവങ്ങൾക്കും വഴിയൊരുക്കുന്നു. പ്രകൃതിയെ മനസ്സിലാക്കുകയും അതിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷകരമായതും സമ്പന്നമാക്കുന്നതായ ജീവിതം നേടാൻ കഴിയും. ജീവിതത്തിലെ ആദ്യ പാഠം പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. കൂടാതെ സ്കൂളുകളിൽ കൂടുതൽ ശ്രദ്ധേയമാക്കേണ്ട വിഷയങ്ങളാണ് പ്രകൃതിതന്ത്രങ്ങൾ. നന്ദി. ഔട്ട്ലുക്ക് എന്ന ആശയം കരിയറിലും വ്യക്തിപരമായ ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ട്. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് സാധ്യതകളെയും ബന്ധങ്ങളെയും കരിയർ പുരോഗതിയും ജോലിയിൽ സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു. ഔട്ട്ലുക്ക് എന്ന വാക്കിനെ ഓരോ അക്ഷരത്തിലേക്ക് വിഭജിച്ചാൽ O4 ഓപ്പൺനെസ്, പുതിയ അനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വീകരിക്കൽ. U4 അണ്ടർസ്റ്റാൻഡിംഗ്, സ്വന്തം ശക്തികളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയൽ. T4 ടാലന്റ്, പ്രകൃതിദത്ത കഴിവുകളെ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. L4 ലേണിംഗ്, പുതിയ കഴിവുകളെയും അറിവുകളെയും നേടുക. O4 ഓപ്പർച്യൂണിറ്റീസ്, വളരാനുള്ള അവസരങ്ങളെ തിരിച്ചറിയുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. O4 ഓപ്റ്റിമൈസേഷൻ, പ്രകൃതിശേഷിയും അറിവും ഉപദേശങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. K4 നോളജ്, അറിവുകളെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഉപയോഗിക്കുക. ഈ വിഭജനം വ്യക്തിഗത പുരോഗതിയുടെ വശങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഓപ്പൺനെസ്, അണ്ടർസ്റ്റാൻഡിംഗ്, നോളജ് എന്നിവ വളർച്ചയ്ക്കും വിജയത്തിനും എങ്ങനെ പ്രേരകങ്ങളാകുന്നുവെന്ന് കാണിക്കുന്നു. അവസരങ്ങൾ ഉദയസൂര്യനെ പോലെയാണ്. സ്വയം അറിയലിലും സ്വയം മെച്ചപ്പെടുത്തലിലുമാണ് പ്രതിസന്ധികളെ മറികടക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും കഴിയുക. നന്ദി. മനുഷ്യപ്രവർത്തനങ്ങൾ മൂല്യമേറിയ ഫലങ്ങൾ നൽകുന്നു. അതിൽ പ്രകൃതിപരമായ കൃത്യങ്ങൾ, നവീനമായ പരിഹാരങ്ങൾ, വ്യക്തിപരമായ നേട്ടങ്ങൾ, സ്വയം മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ആശയ ഉത്പാദനം, ലക്ഷ്യനിശ്ചയം, കഴിവ് വികസനം, സമയം മാനേജ്മെന്റ്, സ്വയം പ്രതിഫലനം എന്നിവ അടങ്ങുന്നു. ഈ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്കും സമൂഹത്തിനും നേട്ടമുണ്ടാക്കാം. പ്രോഡക്റ്റ് എന്ന പദത്തിന്റെ ഓരോ അക്ഷരത്തിന്റെയും വിശദീകരണം. P4 പ്ലാനിംഗ്, ഫലപ്രദമായ ലക്ഷ്യ പദ്ധതി. R4 റിസോഴ്സസ്, ബുദ്ധിപരമായ വിഭവ ഉപയോഗം. O4 ഓർഗനൈസേഷൻ, ക്രമബദ്ധമായ സമീപനം. D4 ഡെഡിക്കേഷൻ, സ്ഥിരമായ പരിശ്രമം. U4 അണ്ടർസ്റ്റാൻഡിംഗ്, ലക്ഷ്യങ്ങളിലേക്കും പ്രക്രിയയിലേക്കും ആഴത്തിലുള്ള മനസ്സ്. C4 ക്രിയേറ്റിവിറ്റി, നവീകരണവും അനന്തതയും. T4 ടൈം മാനേജ്മെന്റ്, ഫലപ്രദമായ സമയം വിനിയോഗം. ഓർമ്മിക്കുക, നമുക്ക് മികച്ച ജോലികൾ നേടാനും കൂടുതൽ ഫലപ്രദമാകാനും നമ്മുടെ പ്രവർത്തനങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സംഭാവനകൾ എത്ര നല്ല രീതിയിലാണ് ഫലങ്ങളായി മാറുന്നതെന്ന് അളക്കുക. നമ്മുടെ കഴിവും താൽപ്പര്യവും തിരിച്ചറിയുമ്പോഴാണ് ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ സാധിക്കുക. നന്ദി. ജീവിത നിലവാരം എന്നത് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്ഷേമം, സന്തോഷം, ജീവിതത്തോടുള്ള തൃപ്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് ഭൗതിക, മാനസിക, വൈകാരിക, സാമൂഹിക, മൊത്തത്തിലുള്ള ആരോഗ്യം, ശീലങ്ങൾ എന്നിവയിലെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന വിവിധ വശങ്ങളെ ഉൾക്കൊള്ളുന്നു. ക്വാളിറ്റി എന്ന അക്ഷരങ്ങളിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ താഴെ വിവരിക്കുന്നു. Q4 കോസ്റ്റ്, നിരന്തരമായ ചോദ്യങ്ങളിലൂടെ പഠനവും കഴിവ് വർദ്ധിപ്പിക്കുന്നു. U4 അൺവേവറിംഗ് ഡിറ്റർമിനേഷൻ, ലക്ഷ്യങ്ങളോടുള്ള ശക്തമായ പ്രതിബദ്ധത. A4 അഡാപ്റ്റബിലിറ്റി, മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. L4 ലീഡർഷിപ്പ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുക. L4 ഇൻറ്റഗ്രിറ്റി, ധാർമ്മികവും നൈതികവുമായ തത്വങ്ങൾ പിന്തുടൽ.
T4 ടൈം മാനേജ്മെന്റ്, ഫലപ്രദമായ ഓർഗനൈസേഷനും ആസൂത്രണവും. Y4 എണിങ്, വ്യക്തിപരവും പ്രൊഫഷണലുമായ വളർച്ചയ്ക്കുള്ള ആഗ്രഹം. വ്യക്തിഗത ഉൽപാദനക്ഷമത, ടീം സഹകരണവും നൂതനത്വവും. സന്തോഷകരമായ ജോലിസ്ഥല സംസ്കാരം, ജോലി ജീവിത സന്തുലനം, വ്യക്തിപരമായ മുന്നേറ്റം എന്നിവ നിറവേറ്റി ഗുണനിലവാരവും അന്വേഷണവും മെച്ചപ്പെടുത്തി ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. മറ്റുള്ളവരുടെ മൂല്യത്തെയും വ്യക്തിത്വത്തെയും വിലമതിക്കുന്ന മനസ്സിലാക്കലും പരിഗണനയുമാണ് ആദരവ്. അതിൽ ശ്രദ്ധയോടെ ഉള്ള കേൾവി, ഉൾക്കൊള്ളൽ എന്നിവ ഉൾപ്പെടുന്നു. ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും നല്ല അന്തരീക്ഷം വളർത്തുന്നതിനും വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് അത്യന്താപേക്ഷിതമാണ്. ബഹുമാനത്തിന്റെ തത്വങ്ങൾ അക്ഷരങ്ങളിലൂടെ മനസ്സിലാക്കാം. R4 റെക്കഗ്നൈസ്, മറ്റുള്ളവരുടെ കഴിവും മൂല്യവും തിരിച്ചറിയുക. E4 എംപതീസ്, അവരുടെ അനുഭവങ്ങളോടും വികാരങ്ങളോടും സഹാനുഭൂതി കാണിക്കുക. S4 സപ്പോർട്ട്, പ്രവർത്തനങ്ങളിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും അവരെ പിന്തുണയ്ക്കുക. P4 പേഷ്യൻസ്, ക്ഷമയും ധാരണയും പരിശീലിക്കുക. E4 എൻകറേജ്, പോസിറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുക. C4 കമ്പേഷൻ, അനുകമ്പയും ദയയും പ്രകടിപ്പിക്കുക. T4 ട്രൂത്ത്, സത്യസന്ധതയ്ക്കും വിശ്വാസങ്ങൾക്കും മൂല്യം നൽകുക. ഓർക്കുക, നമ്മുടെ വ്യക്തിഗത കഴിവുകളെയും പെരുമാറ്റത്തെയും അടിസ്ഥാനമാക്കിയാണ് മറ്റുള്ളവർ നമുക്ക് ആദരവ് നൽകുന്നത്. നമ്മുടെ സ്വന്തം ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അതുല്യമായ കഴിവുകളെ അപകർഷതാബോധം കൂടാതെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയും. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ബഹുമാനത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയും. നന്ദി. സുരക്ഷ എന്നത് അപകടങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ അവസ്ഥയാണ്. ഇത് ശാരീരിക, വൈകാരിക, സാമ്പത്തിക, സാമൂഹിക മേഖലകളെ ഉൾക്കൊള്ളുന്നു. ഇതിൽ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം, വൈകാരികമായി സുരക്ഷിതമായ തോന്നൽ, മതിയായ ജീവിത വിഭവങ്ങൾ ഉള്ളത്, മറ്റുള്ളവരുടെ പിന്തുണ അനുഭവിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. സുസ്ഥിതിക്കായി എല്ലാ മേഖലകളിലും സുരക്ഷ കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. സേഫ്റ്റിയെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. S4 സെക്യൂർ, അപകടങ്ങൾ ഉള്ള ചുറ്റുപാടുകൾ വിലയിരുത്തുക, സ്വയവും പൊതുജനങ്ങളെയും സംരക്ഷിക്കുക. A4 അവെയർനെസ്, പരിസ്ഥിതി റിസ്കുകൾ തിരിച്ചറിയുക, പ്രവർത്തനക്ഷമമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക. F4 ഫോളോ പ്രോട്ടോകോൾസ്, സുരക്ഷാ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, ഉത്തരവുകൾ എന്നിവ പാലിക്കുക. E4 എഡ്യൂക്കേറ്റ്, വിവരങ്ങൾ ശേഖരിക്കുക, അപകടങ്ങളെയും പ്രതികരണങ്ങളെയും കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക. T4 ട്രസ്റ്റ്, സുരക്ഷാ നടപടികളിൽ, സ്വയത്തിൽ, പരിസ്ഥിതികളിൽ സുരക്ഷാ വിശ്വാസം. Y4 എൽഡ്, പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ കണക്കാക്കുക, പ്രകൃതിദത്ത സാഹചര്യങ്ങളെയും ആവാസവ്യവസ്ഥകളെയും മുൻഗണന കൊടുക്കുക. ഈ ഘടകങ്ങൾ ഒരുമിച്ച് വ്യക്തിഗത ഉത്തരവാദിത്വവും പരിസ്ഥിതി പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. എന്തിലും ഏതിലും ആദ്യം വേണ്ടത് സുരക്ഷ തന്നെയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്ദി. നമ്മുടെ കഴിവ് കണ്ടെത്തുക, നമ്മുടെ സാധ്യതകൾ തുറന്നു കാണിക്കുക. നമ്മുടെ അതുല്യമായ കഴിവുകളും ആശയങ്ങളും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളിൽ തന്നെ വിശ്വസിക്കുക, നമ്മുടെ അഭിനിവേശങ്ങളെ പരിപോഷിപ്പിക്കുക, നമ്മുടെ സംഭാവനകൾ ലോകവുമായി പങ്കിടുക. ടാലന്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. T4 ട്രെയിനിംഗ്, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെയും സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ഘടനാപരമായ വിദ്യാഭ്യാസത്തിലൂടെ കഴിവുകൾ വികസിപ്പിക്കുക. A4 അവെയർനെസ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അതിന്റെ സന്തുലിതാവസ്ഥയ്ക്കും വേണ്ടി വാദിക്കുകയും ചെയ്യുക. L4 ലീഡർഷിപ്പ്, സുസ്ഥിരമായ രീതികളും തൊഴിലും സ്വീകരിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. E4 എഡ്യൂക്കേഷൻ, സ്വയം അറിവും പാരിസ്ഥിതിക അറിവും നൽകാൻ കഴിയുന്ന വ്യക്തികളെ സജ്ജമാക്കുക. N4 നെറ്റ്വർക്കിംഗ്, സുസ്ഥിരതയ്ക്കായി സഹകരിക്കുകയും പങ്കിടുകയും ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. T4 ടെക്നോളജി, പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ നൂതന ഉപകരണങ്ങളും സാങ്കേതികവിദ്യയും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് നല്ല മാറ്റമുണ്ടാക്കാൻ ആവശ്യമായ കഴിവുകളും ആത്മവിശ്വാസവും വികസിപ്പിക്കാൻ കഴിയും. ഓർക്കുക, എല്ലാവർക്കും ഒരു പ്രത്യേക കഴിവുണ്ട്. പരിശീലനം പൂർണ്ണത കൈവരിക്കുന്നു. നമ്മുടെ കഴിവുകൾ പങ്കിടുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു. നിങ്ങളുടെ വ്യക്തിത്വം സ്വീകരിക്കുക, സ്വയം വിശ്വസിക്കുക, തിളങ്ങുക. ലോകത്തിന് നമ്മുടെ അതുല്യമായ ആശയങ്ങൾ ആവശ്യമാണ്. നന്ദി. സ്വയം അപ്ഡേറ്റ് ചെയ്യുക എന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് നമ്മുടെ ജോലിയിലും വ്യക്തിജീവിതത്തിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, അനുഭവങ്ങൾ എന്നിവയിലൂടെ മാറ്റങ്ങൾ വരുത്തുക. ഇതിന് നമ്മളെ തന്നെ മാറ്റുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് എന്ന വാക്ക് അക്ഷരങ്ങളിലൂടെ കൂടുതൽ വിശദീകരിക്കാം.
U4 അൺലേൺ, പഴയ തെറ്റായ ശീലങ്ങൾ മാറ്റുക. P4 പൂയൂസ്, പുതിയ കാര്യങ്ങൾ പഠിക്കുക. G4 ഗ്രോ, വളരുകയും മാറുകയും ചെയ്യുക. R4 റീനു, പുതിയ അറിവുകൾ തേടുക. F4 എഡാപ്റ്റ്, മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക. D4 ഡെവലപ്പ്, പുതിയ കഴിവുകൾ വികസിപ്പിക്കുക. E4 എൻഹാൻസ്, നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുക. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മാറുകയും ചെയ്യണം. ഇതാണ് സ്വയം അപ്ഡേറ്റ് ചെയ്യുക എന്നത്. ഇത് നമ്മളെ സന്തോഷവും വിജയവും നേടാൻ സഹായിക്കും. ഓർക്കുക, ഇന്ന് അപ്ഡേറ്റ് ഉള്ള ആളുകൾക്കും സാധനങ്ങൾക്കും മാത്രമേ ലോകത്ത് വിലയുള്ളൂ. നന്ദി. വെർച്വൽ ലൈഫ് എന്നത് ഡിജിറ്റൽ ലോകങ്ങളും ഉത്തേജിപ്പിക്കുന്ന അനുഭവങ്ങളും സോഷ്യൽ മീഡിയയും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പരിസ്ഥിതികളിൽ ഏർപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. വീഡിയോ ഗെയിമുകൾ, സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ, 3D വെർച്വൽ ലോകങ്ങൾ എന്നിവ ഡിജിറ്റൽ ഇടപഴകൽ സാധ്യമാക്കുന്നു. ചിലപ്പോൾ യഥാർത്ഥ ജീവിത അനുഭവങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നു. വെർച്വൽ എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കുവാന് അതിൻ്റെ അക്ഷരങ്ങളിലൂടെ വിവരിക്കുന്നു. V4 വിഷൻ, ലക്ഷ്യങ്ങളുമായി സാങ്കേതികവിദ്യയെ യോജിപ്പിക്കുക. I4 ഇൻസൈറ്റ്, ഉപയോക്താവിൻ്റെ പെരുമാറ്റവും പ്രവണതകളും വിശകലനം ചെയ്യുക. R4 റെസ്പോൺസിവ്നെസ്, സാങ്കേതിക മാറ്റങ്ങൾക്ക് അനുയോജ്യമാക്കുക. D4 ടൂൾസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മാസ്റ്റർ ചെയ്യുക. U4 അണ്ടർസ്റ്റാൻഡിംഗ്, കഴിവുകളും പരിമിതികളും മനസ്സിലാക്കുക. A4 എജിലിറ്റി, പുതിയ വിവരങ്ങൾക്ക് പ്രതികരിച്ച് വേഗത്തിൽ തിരിയുക. L4 ലേണിംഗ്, നിരന്തരം കഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുക. വെർച്വൽ ലൈഫിന്റെ ഉയർന്നുവരുന്ന സാങ്കേതികവിദ്യ സൗകര്യവും സുഖവും വാഗ്ദാനം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഭാഗ്യമാണ്. എന്നിരുന്നാലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുകയും ആരോഗ്യകരമായ ഉപയോഗശീലങ്ങൾ സ്വീകരിക്കുകയും പ്രധാനമാണ്. നന്ദി. ധ്യാനം എന്നത് അറിവ്, ബോധം, വിവേചനം എന്നിവയുടെ സംയോജനമാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിന് ആഴത്തിലുള്ള ചിന്ത, മനസ്സിലാക്കൽ, ശരിയായ വിധി എന്നിവ ആവശ്യമാണ്. ജ്ഞാനം വളർത്താൻ മനസ്സ് തുറന്ന് സ്വീകരിക്കാനുള്ള മനോഭാവവും ഇപ്പോഴത്തെ നിമിഷത്തെ മനസ്സിലാക്കാനുള്ള ശ്രദ്ധയും ആവശ്യമാണ്. വിസ്ഡം എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാം. W, വേ ഓപ്ഷൻസ്, വിവിധ ഓപ്ഷനുകളുടെ ഗുണദോഷങ്ങൾ തൂക്കിനോക്കുക. I, ഇൻസൈറ്റ്, അനുഭവവും അന്തർദൃഷ്ടിയും ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. S, സൗണ്ട് ജഡ്ജ്മെന്റ്, തീരുമാനങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ചിന്തിക്കുക. D, ഡിസേൺമെന്റ്, ചെറിയ വ്യത്യാസങ്ങൾ തിരിച്ചറിയുക. J, ധാമനെഥസൈ, വസ്തുതകളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക. കറവേത്, ഇപ്പോഴത്തെ നിമിഷത്തെ മനസ്സിലാക്കുക. ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ തീരുമാനശേഷി മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. നന്ദി. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. അതിനെയാണ് എക്സ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ജന്മനാൽ കിട്ടിയ പ്രത്യേക ശൈലി പ്രകടിപ്പിക്കലാണ്. അത് അപൂർവ കഴിവുകൾ, ആകർഷകമായ സ്വഭാവം, യാഥാർത്ഥ്യം, കഴിവ്, സൃഷ്ടിപരമായ ശൈലി, വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനുള്ള ശക്തി എന്നിവ പുറത്തുവരുന്ന ഒരു ക്രമീകരണമാണ്. ഇത് വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ വേറിട്ട് നിർത്തുന്നു. എക്സ് ഫാക്ടറിന്റെ അക്ഷരങ്ങളിലൂടെ ഉള്ള വിശദീകരണം. X4 എക്സ്ട്രാഓർഡിനറി എബിലിറ്റി, അസാധാരണ കഴിവ്, അപൂർവ പ്രതിഭകൾ. F4 ഫാസിനേഷൻ, വിലമതിക്കാനാകാത്ത ആകർഷക്തി. A4 ഔതൻസിറ്റി, സത്യസന്ധത. C4 കരിഷ്മ, ആകർഷകമായ ശൈലി. D4 ടാലന്റ്, മികച്ച ഫലങ്ങൾക്ക് ഉള്ള ആഭ്യന്തര പ്രതിഭ. O4 ഒറിജിനലിറ്റി, സവിശേഷമായ ചിന്തകളും സൃഷ്ടിപരമായതുമായ ശൈലി. R4 റെസ്ലിൻസ്, വെല്ലുവിളികളെ തരണം ചെയ്യുക. എക്സ് ഫാക്ടർ എന്നത് ആളുകളെ അല്ലെങ്കിൽ എന്തിനേയും വേറിട്ടും ശക്തവുമാക്കുന്ന കാര്യമാണ്. ഓർമ്മിക്കുക, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഈ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുന്നത് വ്യക്തിഗത ശേഷികളെ തുറന്നു കാണുന്നതിന് നിർണായകമാണ്. മനസ്സ് ശാന്തമാക്കുമ്പോൾ അത് സ്വയം പുറത്തുവരും. നമ്മുടെ കഴിവുകളിൽ ശ്രദ്ധ കൊടുത്ത് ആ കഴിവ് പുറത്തു കൊണ്ടുവരാന് കഴിയട്ടെ. നന്ദി. വരുമാനം എന്ന ആശയം പ്രയത്നം, വളർച്ച, മാറ്റങ്ങൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ ഫലങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് വ്യക്തിഗത വളർച്ച, ഉൽപാദനക്ഷമത, വിജയം എന്നിവയെ സ്വാധീനിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ വശങ്ങളിലെ നിക്ഷേപത്തിന്റെ തിരിച്ചടവും ശക്തവും ഇത് പ്രതിനിധീകരിക്കുന്നു. ഇതിലൂടെ വൈകാരിക ക്ഷേമം, ശാരീരിക ആരോഗ്യം, സാമ്പത്തിക സ്ഥിരത എന്നിവ കൈവരിക്കുന്നു. LT അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. Y4 എണിങ് ഓഫ് ഗ്രോത്ത്, വളർച്ചയ്ക്കുള്ള ആഗ്രഹം, സ്വയം മെച്ചപ്പെടുത്തലിനുള്ള ആഗ്രഹം. I4 ഇൻവെസ്റ്റ്മെന്റ്, പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്ന നിക്ഷേപം, സമയവും വിഭവങ്ങളും സമർപ്പിക്കൽ. E4 എ പ്രസിംഗ് ചേഞ്ച്, മാറ്റം സ്വീകരിക്കൽ, പുരോഗതിക്കായി പൊരുത്തപ്പെടൽ. L4 ലേറ്റിംഗ് ഗോ, വിട്ടുകൊടുക്കൽ, പുതിയ അവസരങ്ങൾ പിടിച്ചെടുക്കാൻ നിയന്ത്രണങ്ങൾക്ക് എളിമ കൊടുക്കൽ. D4 ഡെവലപ്മെന്റ്, വളർച്ചയും ഉൽപാദനവും,
പിന്തുണയോടെ ഫലങ്ങൾ നേടൽ വരുമാനതത്വങ്ങൾ മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, വളർച്ചാ മനോഭാവം വളർത്താൻ സഹായിക്കുന്നു. ഈ ഘടകങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ പ്രതിരോധശേഷി വളർത്തുന്നു, പ്രശ്നങ്ങൾ നേരിടുന്നു, ഉൽപാദനക്ഷമത, പൊരുത്തപ്പെടുത്തൽ, പരിവർത്തനം എന്നിവ വളരുന്ന ഒരു സംതൃപ്തിദായകമായ ജീവിതം സൃഷ്ടിക്കുന്നു. നന്ദി. സിൽ എന്നത് ഒരു ലക്ഷ്യത്തിന്, ജോലിക്ക് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് സമർപ്പിച്ചുള്ള ആവേശകരമായ ഉത്സാഹവും ഊർജവും സൂചിപ്പിക്കുന്നു. ഇത് വ്യക്തികളെ പൂർണ്ണതയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ പ്രതിബദ്ധതയാണ്. ഒരു നിർണായക ഫലത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ് സിൽ എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിന്റെ വിവരണം. സേറ്റ് ഫോർ സേസ്റ്റ് ജീവിതത്തിലും പ്രവൃത്തികളിലും ഉത്സാഹവും ആവേശവും പ്രതിനിധാനം ചെയ്യുന്നു. ഇ ഫോർ എത്തൂസിയാസമം ലക്ഷ്യങ്ങളോടുള്ള മാനസിക ബന്ധവും പ്രചോദനവും കാണിക്കുന്നു. എ ഫോർ അക്കൗണ്ടബിലിറ്റി ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഹൈലൈറ്റ് ചെയ്യുന്നു. എൽ ഫോർ ലീഡർഷിപ്പ് ആസക്തിയെ പ്രവർത്തികളിലൂടെ ഫലത്തിൽ മാറ്റാനുള്ള സജീവതയെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സിൽ എന്ന വാക്ക് ഉത്സാഹം, അറിവ്, താൽപര്യം, സമർപ്പണം, പ്രവർത്തനം എന്നിവയുടെ ഒരു സുതാര്യ സംയോജനം ഉൾക്കൊള്ളുന്നു. ഇത് വിജയത്തിനും ഏത് മേഖലയിൽ ആയാലും ഒരു സ്ഥിരമായ സ്വാധീനവും പുഷ്ടിയും ഉണ്ടാക്കുന്നതിന് അനിവാര്യമാണ്. നന്ദി. സ്നേഹം, ബഹുമാനം, ബന്ധങ്ങൾ, അനുകമ്പ എന്നിവയിലൂടെയുള്ള സംയോജനമാണ് ഭക്തിയോഗ പഠിപ്പിക്കുന്നത്. വെല്ലുവിളികളെ നേരിടാനും ബന്ധങ്ങളും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കാനും ടീം വർക്കിലൂടെ വിജയിക്കാനും ഇത് വ്യക്തികളെ സഹായിക്കുന്നു. നിസ്വാർത്ഥമായി സേവിക്കുന്നതിലൂടെ അഹം അലിയുന്നു, ഹൃദയം വികസിക്കുന്നു. എപ്പോഴും ബഹുമാനത്തോടെയും പുഞ്ചിരിയോടെയും മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ ബന്ധങ്ങൾ വളരുന്നു. ഭക്തി എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ബിഫോർ ബോണ്ട് പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുത്തുന്നു. എച്ച് ഫോർ ഹാർമണി സ്നേഹത്തിലൂടെ ഒരാളുടെ മനസ്സിനെ ഉയർന്ന ബോധവുമായി ഏകീകരിക്കുന്നു. എ ഫോർ അഡോറേഷൻ പ്രകൃതിയിൽ എല്ലാത്തിനോടും ആരാധന കാണിക്കുന്നു. കെ ഫോർ കൈൻഡ്നെസ് നിരുപാധികമായ സ്നേഹവും അനുകമ്പയും പരിപോഷിപ്പിക്കുന്നു. ടി ഫോർ ടോളറൻസ് പരീക്ഷണങ്ങളിലൂടെ വിശ്വാസം നിലനിർത്തുക. ഐ ഫോർ ഇന്റഗ്രിറ്റി സത്യത്തോടും സ്വയം മൂല്യങ്ങളോടും യോജിച്ച് ജീവിക്കുക. സാരാംശത്തിൽ നിസ്വാർത്ഥ ദാനത്തിലൂടെ സ്നേഹം, ബഹുമാനം, ക്ഷമ, ദയ, സത്യം എന്നിവ വളർത്തുന്ന ഒരു പരിവർത്തന പാതയാണ് ഭക്തിയോഗ. നന്ദി. കർമ്മയോഗം ഫലപ്രാപ്തിയോടുകൂടിയുള്ള നിസ്വാർത്ഥ പ്രവർത്തനത്തിനെ ഊന്നിപ്പറയുന്നു. വ്യക്തിപരമായ വളർച്ച, സാർവത്രിക ക്ഷേമം, ആന്തരിക പൂർത്തീകരണം എന്നിവ വളർത്തുന്നു. കർമ്മ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. കെ ഫോർ കർമ്മ പ്രവൃത്തി, നിസ്വാർത്ഥമായ പ്രവൃത്തികൾ. ആർ ഫോർ റിഫ്ലക്ഷൻ പ്രതിച്ഛായ, കഴിവുകൾ മനസ്സിലാക്കുക. എം ഫോർ മൈൻഡ്ഫുൾനെസ് സാന്നിധ്യം, ഇപ്പോഴത്തെ നിമിഷത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെയുള്ള പ്രവൃത്തി. എ ഫോർ ആൽട്രൂയിസം ത്യാഗശീലം, മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രവർത്തിക്കുക. കർമ്മയോഗം നമ്മെ എങ്ങനെ അർത്ഥവത്തായ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃപയോടെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് പ്രതിഫലങ്ങൾ ഉണ്ടാക്കുക. കർമ്മയോഗത്തിന്റെ ഫലങ്ങൾ സന്തോഷവും സമാധാനവുമാണ്. അവ വസ്തുവകയേക്കാൾ കൂടുതൽ യശസ്സായി നിലനിൽക്കുന്നു. നന്ദി.